ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാർഷൽ ആർട്സ് മാജിക് ആൻഡ് മസിൽസ് എന്ന് പറഞ്ഞ ഒരു കിടില ആനിമയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാൻ നേരെ വീഡിയോയിലിടാം. ഈ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഇടാം. അപ്പോൾ ഇവിടെ ഒരു നഗരമുണ്ട്. ആ നഗരത്തിലാണെങ്കിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മാജിക് പവേഴ്സ് ഉണ്ട്. ആ മാജിക് പവറൊക്കെ ആണെങ്കിൽ അവർ ഇഷ്ടാനുസരണങ്ങൾക്കും ജോലിക്ക് വേണ്ടിയൊക്കെ അവർ ഉപയോഗിക്കും. അപ്പോൾ ആ മാജിക് പവർ ഉള്ളവരെ താഴെ ഒരു വര കണക്കുണ്ട്. പക്ഷെ ആ വര ഇല്ലാത്തവരെയൊക്കെ അവർ കൊന്നു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്താൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ വലിയ സ്ഥലത്തുള്ളതിൻ്റെ കുറച്ച് കാട്ടിൻ്റെ ഏരിയയിൽ നമ്മൾ കഥാനായകനായ മാർഷലാണെങ്കിൽ അവിടെ എക്സസൈസ് പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവനെ കണ്ട് അവിടുത്തെ കിളികളും മാനൊക്കെ വിചാരിക്കും ഇവൻ മനുഷ്യൻ തന്നെയെന്ന് വരെ അവൻ ആലോചിച്ച് പോയാണ്. അപ്പോൾ അവനാണെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ടാണെങ്കിൽ അവൻ്റെ ട്രെയിനിങ് അവന് ഇഷ്ടപ്പെട്ട ഒരു ക്രീം ബന്നാണെങ്കിൽ അവൻ തിന്നൊടിക്കും. ആ ബന്ന് അവന് ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ വീടാണെങ്കിൽ ഒരു ചെറിയ കുടിലാണ്. അവൻ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അവൻ്റെ അച്ഛൻ്റെ പേരാണ് റേഗ്രോ. അവൻ്റെ അച്ഛനാണെങ്കിൽ മാജിക് പവർ ഉണ്ട്, പക്ഷെ അവന് മാത്രം മാജിക് പവർ ഇല്ല. അവൻ്റെ അച്ഛനാണെങ്കിൽ ഹായ് ആയിട്ട് ഇന്ന് അവിടെ ചായയൊക്കെ കുടിച്ചു കൊടുക്കണം. അപ്പം നമ്മളെ കഥാനായകൻ ഡോറിൽ തട്ടുകയാണ്. അപ്പം അവൻ്റെ അച്ഛൻ പറയണ് നീ കയറി വാന്ന് പറയുമ്പോൾ അപ്പോൾ ആ കഥവും പൊളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ പറയാണ് എടാ നീ എന്തിനാണ് ഈ കഥ പൊളിച്ചത്? അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ സോറി പറയണം. സോറി അച്ഛൻ അറിയാതെ ചെയ്തു പോയെന്ന്, ഞാൻ അവൻ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവൻ വെച്ചതോ അത് വീണ്ടും പൊട്ടിയണം. അവൻ്റെ അച്ഛന് കല്ല് കയറിയാണ്. നീ എത്രാമത്തെ കഥവാടാ നീ ഇപ്പൊ പൊട്ടിക്കണേന്ന് പറഞ്ഞ് അവന് ഒരുപാട് വഴക്ക് പറയും. അപ്പൊ അവൻ്റെ പറയണേ സോറി അച്ഛൻ ഞാൻ തന്നെ ഇത് ശരിയാക്കി തരാന്ന് പറഞ്ഞ് അവയ്ക്ക്. അപ്പൊ അവൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയാം എനിക്ക് പവർ ഇല്ലാത്തതിന്റെ കാരണം എനിക്ക് ആ മാർക്കിന്റെ പവറില്ല. ആ മാർക്ക് കണക്കത്ത് എന്റെ മുഖത്തുള്ള കണക്കത്ത് ഇത് നിന്റെയിലും ഇല്ല. നിന്റെയിലും ഉണ്ടെങ്കിൽ എനിക്കത് പവർ ഉണ്ടാകും. അപ്പൊ അവൻ്റെ അച്ഛനാണെങ്കിൽ പറയണം നീ ഇനി വെളിയിലൊന്നും ഇറങ്ങില്ല. നിന്നെ അവിടെ തായ്ലാൻഡിലുള്ള ആൾക്കാർ കണ്ടാൽ നിന്നെ അവിടെ കൊന്നുകളയും. ആ നഗരത്തിലുള്ള എല്ലാവർക്കും മാർക്കുണ്ട്, പക്ഷെ എനിക്ക് മാത്രം മാർക്കില്ല. അതുകൊണ്ട് നീ അങ്ങോട്ടോട്ട് പോവല്ലെന്ന് അവൻ്റെ അച്ഛൻ ഉപദേശിക്കുകയാണ്. അപ്പൊ ആണെങ്കിൽ അവനെന്ന് പറഞ്ഞ് ആന്ന് പറഞ്ഞു. അപ്പൊ അവൻ്റെ അച്ഛനാണെങ്കിൽ പറയണം ഞാൻ ആ സിറ്റിയിലോട്ട് പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് പുറത്തിറങ്ങല്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനാണെങ്കിൽ വെളിയിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവൻ തോന്നി നീ ഇനി ഇവിടെ ഉള്ള ഒന്നും പൊട്ടിക്കല്, നീ ഈ വീട് നോക്കിക്കോ എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ്റെ പേപ്പറിലോട്ട് എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ ബന്ന് തീർന്നിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ സ്റ്റോറിയും മനസ്സിൽ വിചാരിച്ച ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ നഗരത്തിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവന് ബന്നി വാങ്ങാൻ വേണ്ടി അവൻ്റെ അച്ഛൻ്റെ മനസ്സിൽ സോറി എന്ന് പറഞ്ഞിട്ട് അവൻ ഓടെ. എന്നിട്ട് അവൻ ആ നഗരത്തിലാണെങ്കിൽ ആ കോട്ട് ഇട്ടേണ്ടവരെ അപ്പോൾ സ്പീഡിൽ ഓടി വന്നുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിലുള്ള നാണയങ്ങളൊക്കെ ആണെങ്കിൽ ആകെ ചുരുങ്ങിപ്പോയാണ്. അപ്പൊ അവ കടക്കാരനാണെങ്കിൽ അത് കണ്ടിട്ട് പറഞ്ഞു നീ എന്തിനാ ഈ ചുരുക്കി കൊണ്ടുവരുന്ന നാണയം? അപ്പൊ അവന്റെ കടക്കാരൻ പറഞ്ഞു ഈ പൈസക്ക് ഞാൻ തരൂലെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ആ കോയിൻ തിരിച്ചു മേടിച്ചിട്ട് അവന്റെ കൈ കൊണ്ട് തന്നെ അത് കറക്റ്റ് ആക്കി. അതുകൊണ്ട് അയാൾ ഷോക്കായി നിൽക്കുന്നു. ഇത് ഇവൻ തന്നെയാണ്, ഇവൻ ഇത്രയും പവർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അയാൾ നേട്ടി നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അയാൾ ബന്യം മേടിച്ചിട്ട് അവനാണെങ്കിൽ ഹായ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ കാറ്റ് അവിടെ വന്ന് അടിച്ചാണ്. ആ കാറ്റ് വന്ന് അടിച്ചപ്പോഴാണെങ്കിൽ അവന്റെ കോട്ടഴിഞ്ഞു. അവിടെ ഉള്ള എല്ലാവരും ഷോക്കായിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനാണെങ്കിൽ ഇങ്ങനെ കൂളായിട്ട് നിൽക്കണം. അപ്പോഴാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്താലാണെങ്കിൽ ഒരു സ്ഥലത്താണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ആണെങ്കിൽ ഒരു പത്രം എടുത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അക്കാഡമിയിലാണെങ്കിൽ ഇവനെ പിടിച്ചു കൊടുത്ത 1 മില്യൺ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവൻ നെട്ടേന് ഇവനെ പിടിച്ചു കൊടുത്ത 1 മില്യൺ എന്ന് പറഞ്ഞാൽ അവൻ നെട്ടേന് ഇവനെ പിടിക്കണമെന്നാണ് ഇയാളുടെ ലക്ഷ്യം. അപ്പൊ ഇയാളാണെങ്കിൽ അവിടെ നിന്ന് ആ പടത്തിലുള്ള ചെറുക്കനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെറുക്കനെയൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോഴാണെങ്കിൽ അയാളാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെറുക്കനെ കുറിച്ചുള്ള കാര്യം. എന്നിട്ടാണെങ്കിൽ അയാളാണെങ്കിൽ എണീറ്റിട്ടാണെങ്കിൽ ആ കേസ് പവർ ഇല്ലാത്ത ഒരാളുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പൊ ആ പവർ മാർക്കില്ലാത്തോണ്ട് തന്നെ അയാളെ അവിടെ വെച്ച് തന്നെ അയാൾ കൊന്നു കളയാണ് ചെയ്തത്. അപ്പോൾ ഓഫീസറിന്റെ അടുത്ത് ഒരു കോള് പറയണം. ആ കോളിലാണെങ്കിൽ ഒരാൾ പറയണമെന്ന ഒരു കേസ് ഇല്ലാത്ത ഒരു പയ്യനാണെങ്കിൽ വന്ന് നമ്മളെ സിറ്റിയിലുണ്ടാകും. അപ്പോൾ ആ ഓഫീസർ തന്നെ അവനെ കടത്തി വിടല്ലേ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടോട്ട് വരാമെന്നാണ് ഓഫീസർ. അപ്പോൾ നമ്മളെ കഥാനായകനാണെങ്കിൽ കൂളായിട്ട് ആ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ട്, പക്ഷെ എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. അവൻ്റെ അടുത്ത് ആരും പോകാനൊന്നുമില്ല. അപ്പോൾ അതാണെങ്കിൽ അവരിൽ ഒരാളെ പുറത്തെറിയിട്ട് അയാൾ ഒരു ഓഫീസറായിരുന്നു. അയാൾ പറഞ്ഞു നിന്റെ മുഖത്ത് കേഡ്സിന്റെ ഇതുമില്ല, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ നിന്നെ ഞാൻ ഇപ്പൊ തന്നെ പിടിച്ച് തുറങ്ങിലടയ്ക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ബന്നെ തട്ടിക്കളഞ്ഞു. നീ എൻ്റെ ഈ ശരീരത്താക്കി ക്രീമിനായി എങ്ങനെ കളയുമെന്ന് തന്നെ അവൻ ഉദ്ദേശിച്ചു. അപ്പോൾ നമ്മളെ കഥാനായകൻ ഒന്നും പറയാതെ അവൻ്റെ ആ ഉടുപ്പ് തന്നെ വലിച്ചു കയറി. എപ്പോഴാണെങ്കിൽ ആ മെയിൻ ഓഫീസറായ നേരത്തെ കണ്ട ഓഫീസർ അങ്ങോട്ടോട്ട് നടന്നൊരു ഈ പയ്യനാണ് ആ കേഡ്സിൻ്റെ ഇതില്ലാത്തത്. അപ്പോൾ നമ്മൾ ആ
പയ്യനെയാണെങ്കിൽ അയാൾ തുറിച്ച് നോക്കും. അപ്പോൾ നമ്മളെ കഥാനായകനാണെങ്കിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ ആ ബന്നും കടിച്ച് തിന്നോണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ അച്ഛനായ റേഗറാണെങ്കിൽ വന്ന് അവനെ രക്ഷിച്ചിട്ട് ഒറ്റ ഒരു ഓട്ടമായിരിക്കും. അപ്പോഴാണെങ്കിൽ ഈ വലിയ മെയിൻ ഓഫീസറാണെങ്കിൽ അവൻ്റെ പവർ ഉപയോഗിച്ച് ഒരു കിളീനെയാണെങ്കിൽ ഉണ്ടാക്കും. ആ കിളിയാണെങ്കിൽ അവരെ പിറകെ ഫോളോ ചെയ്തു. അവൻ്റെ അച്ഛനെങ്കിൽ അവന് ഒരുപാട് വഴക്കുണ്ട്. നീ ഇന്ന് ചെയ്തത് ഒരു വലിയ തെറ്റാണ്, അതുകൊണ്ട് നിനക്കിന്ന് പനിഷ്മെൻ്റായിട്ട് നീ ഒരുപാട് വട്ടം ട്രെയിനിങ് എടുക്കണം. നീ ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് ഫുഡും ഇല്ല, നീ ട്രെയിനിങ് എടുക്കണമെന്ന് തന്നെ അവനെ പനിഷ് ചെയ്യുന്നു. അപ്പം തന്നെ നമ്മൾ കഥാനായകനാണെങ്കിൽ കഥകം തുറന്ന് വെളിയിലോട്ട് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പോകും. അപ്പം നമ്മളാണെങ്കിൽ റേഗറാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് അവിടെ നിന്നപ്പോൾ ആ പക്ഷീനെയാണെങ്കിൽ കണ്ടത്. അപ്പോൾ റേഗറാണെങ്കിൽ ആ പക്ഷീനെ കണ്ടത് ഓടാൻ വേണ്ടി നിന്നതും ആ മെയിൻ ഓഫീസർ അവിടുത്തെ ഒരു ഭാഗം തന്നെ തള്ളി പൊളിച്ച് വരയാണ്. അപ്പോൾ ആ മെയിൻ ഓഫീസറിൻ്റെ ഒപ്പം 2 സാധാ ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ പറയണം. അപ്പോൾ ഇവിടെ കട്ടിയത് നമ്മളെ കഥാനായകനാണെങ്കിൽ അവിടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ അടുത്താണെങ്കിൽ കുറേ അണ്ണാന്മാരൊക്കെ ഉണ്ടായില്ല. അപ്പോൾ നമ്മളെ കഥാനായകനാണെങ്കിൽ വീട്ടിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ തന്നെ അവൻ ഇവിടെ പകച്ച് നിന്നു. എന്തൊരു ഒരു ശബ്ദം കേട്ട് അവൻ കഥ തുറക്കാതെ നിന്നു. അപ്പോഴാണെങ്കിൽ അതിൻ്റെ അകത്ത് പറയാനൊക്കെ ഉണ്ട്, നീ നിൻ്റെ മോനെ ഞാൻ ഇപ്പം തന്നെ കൊല്ലും. നിൻ്റെ മോനും ചെയ്തത് വലിയ തെറ്റാണ്. നിൻ്റെ മോനാണെങ്കിൽ ആ പവറും ഇല്ല, പക്ഷെ നിനക്ക് ആ പവറുണ്ട്. പക്ഷെ നിന്നെ നമ്മൾ കൊന്നു കളയും. എന്താണെന്ന് വെച്ചാൽ നീ അവനെ ഇത്രയും കാലം നോക്കിയോണ്ടുള്ള ശിക്ഷയും എനിക്ക് തരുമെന്ന് പറയും. അവന് ഒരുപാട് റേഗറിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. മാർഷലിനാണെങ്കിൽ അതൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. മാർഷലിന് ഒരുപാട് ദേഷ്യം പറയുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ ആ റേഗർ എന്ന് ഒരുപാട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ ഓഫീസറാണെങ്കിൽ ആ റേഗറിനെ ആണെങ്കിൽ എടുത്ത് തറയറിഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ ആ റേഗറാണെങ്കിൽ മനസ്സിലൊരു കാര്യം ആലോചിക്കുകയാണ്. പണ്ട് അവന് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വെറുതെ പറയാൻ കാരണം എന്താ, അവന് പവർ കുറവായിരുന്നു. അവന് പവറുണ്ട്, പക്ഷെ എന്നാലും പവർ കുറവാണ്. അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അവനെ ഇഷ്ടമല്ല. പിന്നെ അവന് ജോലിയും ചെയ്യാൻ അത്രയ്ക്ക് പവർ ഉപയോഗിച്ച് പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ അവന് ഒരുപാട് ഇറിറ്റേഷനും വിഷമവും കാരണം അവ ഒരു തവണ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി അപ്പോഴാണെങ്കിൽ ഒരു കൊച്ചിൻ്റെ കരച്ചിലായിട്ട് അവൻ പിറകിലോട്ട് നോക്കിയത് ആ നമ്മളെ കഥാനായകനായ മാർഷലിനെയാണ്. അവൻ്റെ മുഖത്തോട്ട് നോക്കിയത് ആ വര കാണാത്തതുകൊണ്ട് തന്നെ നമ്മളെ റേഗറാണെങ്കിൽ നെട്ടി നിൽക്കുകയായിരുന്നു. ഇവന് മുഖത്ത് വരയില്ല. അപ്പം ആ റേഗറാണെങ്കിൽ വിചാരിക്കുക എനിക്കിനി ഈ ലോകത്ത് ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവനെ രക്ഷിക്കാൻ വേണ്ടി റേഗറാണെങ്കിൽ ആ കാട്ടിലോട്ട് ഓടിച്ചെന്ന് അവിടെ ഒരു വീടും കെട്ടി താമസിച്ചു. അപ്പം ഇതൊക്കെയാണെങ്കിൽ റേഗർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. റേഗറാണെങ്കിൽ നമ്മൾ കഥാനായക ബാദിൻ്റെ അവിടെ നിൽക്കുന്ന കാര്യം മനസ്സിലാവും. റേഗറാണെങ്കിൽ ഉറക്കെ പറയും, എടാ മാഷിൽ നീ ഓട് ഇത് പറയപ്പോൾ ആ ഓഫീസറിന് മനസ്സിലായി. ആ ഓഫീസറിൻ്റെ കൂടെ 2 ഓഫീസറിൻ്റെ അടുത്ത് വന്നു. അവനെയാണെങ്കിൽ പോയി പിടിക്കുക. അപ്പോഴാണെങ്കിൽ നമ്മളെ റേഗറിനെ ആണെങ്കിൽ ആ ഓഫീസർ ഒരുപാട് ചവിട്ടിയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ കഥാനായിക അതിലുള്ള ഓഫീസറിനെ മോന്തിടിച്ച് ആ ഓഫീസർ മതിലും തകർത്ത് വെളിയിലോട്ടു. അപ്പോൾ ഇവനെ കണ്ടാണെങ്കിൽ ആ മെയിൻ ഓഫീസറും സാധാ ഓഫീസറും നെറ്റിയിരിക്കുകയാണ്. അപ്പോൾ റേഗറിനെ കണ്ടാണെങ്കിൽ അവൻ്റെ അച്ഛൻ പറയണം, നിൻ്റെ അടുത്ത് ഞാൻ ഓടാൻ പോണേ. അപ്പോൾ അവൻ്റെ റേഗറാണ് എൻ്റെ അടുത്ത് അവൻ്റെ മോൻ മാഷിൽ പറയണ്, അച്ഛൻ മാത്രമാണ് എനിക്ക് ഈ ലോകത്തുള്ളൂ, അച്ഛനില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് വിഷമമാണ്. നീ എൻ്റെ അച്ഛനെ വേദനിച്ചു, നീ ഇനി ഇവിടെ കാണൂല എന്ന് പറയാം. അപ്പോൾ അവൻ്റെ റേഗറിൻ്റെ അടിച്ച ആ മെയിൻ ഓഫീസറാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒരു കൊച്ചു പയ്യൻ, അതും പവറില്ലാത്ത നീ എന്നെ എന്തൊരു ചെയ്യുന്നു. അവൻ്റെ ഫുൾ പവർ എടുത്ത് അവൻ്റെ മാജിക് വടി ഒഴിച്ച് ഒരു വലിയ പവർ എടുത്തുമ്പോൾ അവനാണെങ്കിൽ ആ പവർ ഉപയോഗിച്ച് ഒരു വലിയ ഡ്രാഗനെ വരെ തോപ്പിച്ചിട്ടുള്ള ആ പവർ എടുത്ത് മാഷിൻ്റെ വരെ എറിഞ്ഞു. അപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര പുകയൊക്കെ ആയിരുന്നു. അപ്പോൾ മാഷിനെ നോക്കുമ്പോഴാണെങ്കിൽ മാഷിന് ഒരു പോറാലും പറ്റാതെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനെ പോലും അറിഞ്ഞുകൂടാൻ മാഷിന് ഇത്രയും പവറുള്ള കാര്യം. അപ്പോൾ മാഷിലാണെങ്കിൽ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അവൻ്റെ വലിയ മെയിൻ ഓഫീസറാണെങ്കിൽ വേറെ പവേഴ്സൊക്കെ എടുത്ത് റേഗറിനെ മോന് മാഷിനെ അടിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ മാഷിലാണെങ്കിൽ അതൊക്കെ നിർത്തി കളഞ്ഞ് അവൻ്റെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ വിചാരിച്ചു അവനും മാത്രമേ പവർ ഉപയോഗിക്കാൻ അറിയായിരുന്നു. പക്ഷെ നമ്മളെ ആ കഥാനായക മാഷിലാണെങ്കിൽ ആ കമ്പെടുത്ത് ഒറ്റൊരു അവൻ്റെ ഷീൽഡും തകർത്ത് അവൻ്റെ വീട്. അപ്പോൾ ഇവനാണെങ്കിൽ നെട്ടി നിൽക്കുകയാണ്. ഈ പവറൊന്നുമില്ലാതെ ഈ പയ്യൻ ഇത്രയും പവറാണെന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ മുഖം മുറിഞ്ഞും പോയി. അപ്പോൾ ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെക്കുറിച്ച് അഭിമാനം തോന്നിയാണ്. എൻ്റെ മോൻ ഇത്രയും പവറുണ്ടായിരുന്നെന്ന് റേഗർ പോലും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ മാർഷലിൻ്റെ അടുത്താണെങ്കിൽ അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അച്ഛനെയൊക്കെ വെറുതെ വിടാം, പക്ഷെ നീ എനിക്കൊരു കരാറാക്കണം, ഈ ഒരു വലിയ അക്കാഡമി നീ ചെല്ലണം. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൻ്റെ അച്ഛനെ ഞാൻ വെറുതെ വിടാം, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ പിറകെ തന്നെ ഞാൻ എപ്പോഴും കാണും. അതുകൊണ്ട് നിൻ്റെ അച്ഛനെ ഞാനും വെറുതെ വിട്ടേക്കുക. ആ വലിയ ക്രിമിനലിനെ നീ കൊന്ന് എൻ്റെ പിടിച്ചോണ്ട് വന്ന നിൻ്റെ അച്ഛനെ ഞാനും വെറുതെ വിട്ടേക്കുക. അത് പറയണം നമ്മളെ കഥാനായക മാഷിൽ. പക്ഷെ മാഷിലാണെങ്കിൽ അതിൽ
സമ്മതിക്കാൻ വേണ്ടിയത്. അപ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ പറയും അത് വലിയ അപകടമുള്ള സ്കൂളാണ്, നീ അവിടെ പോകേണ്ടത്. പക്ഷെ നമ്മളെ കഥാനായകനാണെങ്കിൽ ഒന്നും ആലോചിക്കാതെ ആ ഡീലിന് കുറയാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഡീലാണെങ്കിൽ അവൻ സമ്മതിച്ചു, ഞാൻ ഡീലിന് സമ്മതിച്ചു, പക്ഷെ നിങ്ങൾ എൻ്റെ അച്ഛനെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നത് അത് അപകടമുള്ള സ്കൂളാണ്, എനിക്കതിനെ അറിയാം, അവനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മെയിൻ ഓഫീസർ പറയുന്നത് ഞാൻ നിൻ്റെ അച്ഛനെ ഒന്നും ചെയ്യില്ല, നിന്നെയും നിൻ്റെ അച്ഛനെ എൻ്റെ ആ സിറ്റിയിലോട്ടും കയറ്റാൻ നിങ്ങൾ ആരും ഒരു ഗോസ്റ്റായിട്ടും കാണാം. അപ്പം പറയാണ് അച്ഛന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛന് ഒരുപാട് വിഷമായത്. അപ്പോൾ ആ വലിയ മെയിൻ ഓഫീസറാണെങ്കിൽ പറഞ്ഞു നീ അവിടെ പോവണം, പക്ഷെ അയാളെ പിടിച്ചോണ്ട് പറഞ്ഞാൽ അവനെയാണെങ്കിൽ നീ പിടിച്ചോണ്ട് വന്നാൽ നിൻ്റെ അച്ഛനെ നിന്നെയും വെറുതെ വിടാൻ എനിക്ക് കുറേ പാരിതോഷികളും തരാമെന്ന് പറയാണ്. നമ്മളെ കഥാനായകനാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടാണെങ്കിൽ അവൻ്റെ അച്ഛന് കുറേ വിഷമായി. അപ്പോൾ ആ സ്കൂൾ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ കഥാനായകനാണെങ്കിൽ ആ സ്കൂളിൽ ജോയിനും ചെയ്ത് നമ്മളെ കഥാനായകനാണെങ്കിൽ അവിടെ ഇരിക്കണം, എന്തായാലും അവനെ പിടിച്ചോണ്ട് വരുമെന്ന് അവർ പറയും. അപ്പോൾ ഇതോടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോക്ക് എപ്പോൾ 10 ലൈക്ക് കംപ്ലീറ്റ് ആവണം അപ്പം തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നല്ല രീതിക്ക് വ്യൂസ് തരണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. 10 ലൈക്ക് കംപ്ലീറ്റ് ആവണം അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.